ഹലോ ഫ്രണ്ട്സ്, ഏണസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ RRB ALP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം RRB ALPയുടെ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് CBAT എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നേരത്തെ ഇത് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. CBT 1 CBT 2 ശേഷമാണ് CBAT വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് CBAT കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള ഡൗട്ടാണ് ഈ CBAT എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ CBT 1 CBT 2 കൂടെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണോ എന്നുള്ള ഡൗട്ട്സൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. ഈ CBAT എക്സാമിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആദ്യം ഈ CBAT എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നു. അതിനുശേഷം ഈ CBATലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ബാറ്ററീസ് ഉണ്ട്, അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഞാൻ തരാം. ഓക്കെ, നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ 12.3 കൃത്യമായി CBAT കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിലൊരു പറയുന്നുണ്ട് CBT 2 പാർട്ട് എയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 8 ഇരട്ടി ആൾക്കാരെയാണ് ഈ എക്സാമിലോട്ട് കോൾ ഫോർ ചെയ്യുന്നത്. അതായത് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 100 വേക്കൻസിയാണ് നിങ്ങളുടെ സോണിലുള്ളതെങ്കിൽ 800 ആൾക്കാരെ ആയിരിക്കും ഈ പറയുന്ന CBAT എക്സാമിന് വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം such shortlisted candidates should produce their vision certificate in the prescribed format as per Annex 6 in original during the CBAT. അതായത് നിങ്ങളിപ്പോൾ ഈ CBAT എക്സാമിന് വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനക്സ് 6 കൊടുത്തിട്ടുള്ള ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള വിഷൻ സർട്ടിഫിക്കറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ CBT എക്സാം എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം മാർക്കൊക്കെ നിങ്ങൾ സ്കോർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ നല്ല ഉറപ്പുണ്ട്, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഈ CBAT എക്സാം ടൈമിൽ ഈ പറയുന്ന വിഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നോട്ടിഫിക്കേഷനിലെ ലാസ്റ്റ് തന്നിട്ടുണ്ട്, അനക്സ് 6 അത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, അതിനോട് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അതിൽ അനക്സ് 6 ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, it is mandatory to clear each test battery or section of CBAT separately to qualify എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതായത് 5 ടെസ്റ്റ് ബാറ്ററീസ് ആണ് ഈ CBAT എക്സാമിനുള്ളത്. ഈ ടെസ്റ്റ് ബാറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് സെക്ഷൻസ്, 5 സെക്ഷൻസ് ആയിട്ടാണ് ഈ പറയുന്ന CBAT എക്സാമിൻ്റെ ഓരോരോ ടെസ്റ്റുകൾ വരുന്നത്. അത് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്, സ്പീഡ് ആക്ഷൻ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അത് ഞാനൊരു ഡീലായിട്ട് പറയാം. അപ്പം ഈ പറയുന്ന ഓരോ ടെസ്റ്റിനും നിങ്ങൾ മിനിമം 42 മാർക്ക് വീതം നേടിയാൽ മാത്രമേ നിങ്ങൾ പിന്നീട് ക്വാളിഫൈഡ് ആവത്തുള്ളൂ. അതായത് CBT 2 നമുക്കറിയാം പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. അതിൽ പാർട്ട് എയിൽ 100 മാർക്സിനാണ് പാർട്ട് എ വരുന്നത്. ഈ പാർട്ട് എയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ പാർട്ട് എയിൽ 100 മാർക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ഈ പറയുന്ന CBATലെ ഏതെങ്കിലും ടെസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ALPയെ സംബന്ധിച്ച് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് CBAT. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ ഈ CBATൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ബാറ്ററീസ് ഏതാണെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഒരു പോയിന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, CBAT ഷാൾ ബി ഓൺലി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അപ്പം നമുക്കറിയാം 13 റീജിയൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് CBT 1 CBT 2 എക്സാം എഴുതാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷേ CBAT ഓൺലി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നിങ്ങൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് ആൻഡ് ദെയർ ഷാൾ ബി നോ നെഗറ്റീവ് മാർക്കിംഗ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മുടെ മനസ്സിലൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എന്നാൽ 100 ചോദ്യം ഉണ്ടെങ്കിൽ 100 ചോദ്യവും അറ്റൻഡ് ചെയ്യാവോ എന്നൊരു ചോദ്യം വരും. അറ്റൻഡ് ചെയ്യാം, പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ CBAT എക്സാമിൻ്റെ മോഡലൊക്കെ ഈ പറയുന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ക്വാളിഫൈ മാർക്ക്, ഓൾ കാൻഡിഡേറ്റ്സ് മസ്റ്റ് സെക്യൂർ മിനിമം T സ്കോർ ഓഫ് 42. അപ്പോൾ ഈ T സ്കോർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട്, എന്താണ് ഈ T സ്കോർ? ഒന്നുമില്ല, നോർമലൈസ്ഡ് മാർക്കിനെയാണ് ഈ T സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ബാറ്ററീസിനും ടെസ്റ്റ് ഓഫ് ബാറ്ററീസിൻ്റെ നോർമലൈസ്ഡ് മാർക്ക്, അതാണ് ഈ T സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 42 മാർക്ക് വാങ്ങിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി നോക്കുന്നു. അടുത്തത്, ദ മെറിറ്റ് ലിസ്റ്റ് ഷാൾ ബി പ്രിപ്പയർഡ് ഓൺലി among the candidates qualifying in the CBAT. 70% of weightage will be given for marks obtained part A of CBT 2 and 30% weightage for score obtained in the CBAT. അതായത് CBT 2 പാർട്ട് എയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക്, 100 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ 70%, അതുപോലെ CBATലെ 30% വെയിറ്റേജും കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ
മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് വരുന്നത്. അതായത് ഇപ്പോൾ CBT എക്സാമിന് ഇപ്പോൾ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ജസ്റ്റ് കട്ട് ഓഫ് കടക്കും എന്നൊരു ഉറപ്പുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് CBAT-ൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ CBAT-ൽ നിങ്ങൾക്ക് എത്ര മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ 30% നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇപ്പം റാങ്ക് ഇപ്പോൾ നല്ല അത്യാവശ്യം ടോപ്പ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന CBAT-ന് സ്കോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരുടെ ആ റാങ്കും താഴെ വരും. അപ്പം നിങ്ങളെക്കാട്ടിലും മാർക്ക് കുറച്ച് വാങ്ങിച്ചവർ CBAT-ന് പെർഫോം ചെയ്ത് അവരായിരിക്കും നിങ്ങളെക്കാട്ടിൽ മുന്നിൽ വരുന്നത്. അപ്പോൾ ആ കാര്യം ഓർക്കുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, CBAT-ന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം CBAT-ലെ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതാണെന്ന് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെമ്മറി ടെസ്റ്റ്, 2 ഫോളോയിങ് ഡയറക്ഷൻസ് ടെസ്റ്റ്, ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, പെർസെപ്ഷൻ സ്പീഡ് ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ഇതൊക്കെ എന്താണ്? ഒന്നുമില്ല, ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓരോ ടെസ്റ്റിനെ കുറിച്ചിട്ടും, മെമ്മറി ടെസ്റ്റ്, ഫോളോയിങ് ഡയറക്ഷൻ ടെസ്റ്റ്, ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ്, ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് കിട്ടുന്നതിലൂടെ, ആ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം. നമ്മളിപ്പം ALP, നമ്മുടെ ഒരു ഫോമറായിട്ടുള്ള ഒരു ALP ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സാറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഇതിന് ഒരു മാസം, നമ്മളിപ്പോൾ CBT എക്സാം കഴിഞ്ഞ ശേഷം ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അപ്പോൾ അത്രയ്ക്കുള്ള ഉള്ളു CBAT. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ മാർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഏരിയ കൂടിയാണ് CBAT. സോ ഇത് നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു മേഖലയാണ്. പക്ഷേ CBT 1-ൻ്റെയും CBT 2-ൻ്റെയും കൂടെ ഇപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ CBAT എക്സാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാവുന്നതാണ്, എല്ലാം മറുപടി തരും. പിന്നെ നമുക്ക് RRB ALPക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റൻസീവ് ബാച്ച് ANS അക്കാദമിയിൽ അവൈലബിൾ ആണ്. കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ്. ഓരോ മേഖലകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളാണ് അവ. പിന്നെ ടെസ്റ്റുകൾ അറിയാമല്ലോ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം റെയിൽവേയുടെ കഴിഞ്ഞ എക്സാമുകളെ അനലൈസ് ചെയ്തുകൊണ്ട് അതേ മോഡലുള്ള കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ ഈ കോഴ്സിലുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം അളക്കാൻ സാധിക്കും. പിന്നെ എക്സാം വരെയും നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും വാട്സാപ്പ് കമ്മ്യൂണിറ്റി മുതലായ ഫീച്ചേഴ്സും ഈ കോഴ്സിലുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ CBAT-ൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.